പറയുന്നത് SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എൻഡ് ചെയ്യുക ഒരു സിൻ എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുക. കനാഗ്ലിഫ്ലോസിൻ അങ്ങനെയാണ് എൻഡ് ചെയ്യുക. ഓക്കെ, ഈ SGLT2 റിസപ്റ്റേഴ്സ് എവിടെയാണ് പ്രസൻറ്റ് ഇൻ PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലാണ്. ആൻഡ് പ്രിവെൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം PCT. ഓക്കെ, ഈ കനാഗ്ലിഫ്ലോസിന് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. കാരണം ഇത് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ഫ്രാക്ചേഴ്സ്. അപ്പോൾ ഓൾഡർ ആയിട്ടുള്ള മച്ച് എൽഡർലി ആയിട്ടുള്ള പേഷ്യൻറ്റിൽ നമ്മൾ ഇത് പ്രിഫർ ചെയ്യരുത്. ഓക്കെ, പ്രാംലിനിറ്റേഡ് എന്ന് പറയുന്ന ഡ്രഗ് യൂസ് ഇൻ ബോത്ത് type 1 ആൻഡ് type 2 ഡയബറ്റീസിൽ യൂസ് ചെയ്യുന്നതാണ് പ്രാംലിനിറ്റേഡ്. അടുത്ത നമ്മൾ എൻഡോക്രൈനോളജിയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഹൈപ്പർ പാരാതൈറോയിഡ്സുമാണ്. അതിലെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം: ഗ്രോൺസ്, മോൺസ്, സ്റ്റോൺസ്, ബോൺസ്. ഗ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്ഡമിനൽ പെയിൻ ഉണ്ടാവും. മോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? സൈക്കോസിസ് ഉണ്ടാവും. സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ എന്താ? കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവും. ബോൺസ് എന്ന് പറയുമ്പോൾ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹൈപ്പർ പാരാതൈറോയിഡിസം നോക്കുകയാണെങ്കിൽ അതിൻ്റെ പാരാതൈറോയിഡ് ഹോർമോൺ എന്താ ചെയ്യുക, കാൽസ്യത്തിനെയും ഫോസ്ഫേറ്റിനെയും എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്ന് അനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇതായിരിക്കും ചോദിക്കുക. പാരാതൈറോയിഡ് ഹോർമോൺ കോസസ് ഇൻക്രീസ് ഇൻ കാൽസ്യം ആൻഡ് ഡിക്രീസ് ഇൻ ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, സോ ഇൻ ഹൈപ്പർ പാരാതൈറോയിഡിസം ഹൈപ്പർ കാൽസ്യമയും ഹൈപ്പോഫോസ്ഫറ്റീമിയ ഉണ്ടാവുക. ആൻഡ് സീറം ആൽക്കലൈൻ ഫോസ്ഫേറ്റേഴ്സ് ഇതിൽ കൂടുതലായിരിക്കും. ഓക്കെ.